നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കുറച്ചു മുമ്പ് സെപ്റ്റംബർ 7 നടന്ന LDC ആലപ്പുഴ പാലക്കാട് ജില്ലയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫൈനൽ ആൻസർ കീ. അപ്പോൾ ഇവിടെ സംഭവിച്ച മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 3 ഡിലീഷൻ വന്നിട്ടുണ്ട്. 3 ഡിലീഷൻ മാത്രമല്ല 3 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭേദം എന്നേ പറയാനുള്ളൂ. കാര്യം കൊല്ലം, കണ്ണൂരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 5 ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചുമായിരുന്നു. പക്ഷേ ഇവിടെ 3 ഡിലീഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ 3 ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഫസ്റ്റ് 3 ഡിലീഷനാണ് വന്നിരിക്കുന്നത്. നമ്മൾ കോഡ് A നോക്കുകയാണെങ്കിൽ 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് 69ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസ് 27, 31, 69. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ആൻസർ ചേഞ്ച് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും കുറച്ചും കൂടെ നന്നായിട്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 27ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 27ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ സഞ്ജീവനി പദ്ധതി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അടുത്ത 27 കഴിഞ്ഞാൽ അടുത്ത ഡിലീഷൻ വന്നേക്കുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരുപാട് സമയമാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയിട്ടുണ്ട്, 31ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ അടുത്ത് 69ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. 69ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു പഞ്ചവത്സര പദ്ധതിയുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, അല്ല, വിവരാവകാശ നിയമം. പഞ്ചവത്സര പദ്ധതി ആൻസർ ചേഞ്ച് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമം, മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? ഈ 69ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയിട്ടുണ്ട്. 3 ഡിലീഷൻ വന്ന ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് ആൻസർ ചേഞ്ച് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? യെസ്, നടപ്പുണ്ട്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 എന്നിവയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഇപ്പോൾ വന്നിരിക്കുന്നത് കാക്കിനട പുതുച്ചേരിയാണ്. കാക്കിനട പുതുച്ചേരി. ഓക്കെ, ബി ആണ് ആൻസർ എടുത്തേക്കുന്നത്. 11 SB ആണ് ആൻസർ എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ കാക്കിനന്ദ എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, കുഴപ്പമില്ല, മനസ്സിലാക്കാം. അപ്പോൾ 11ന്റെ ഇവിടെ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അപ്പോൾ 15ന്റെ ആൻസർ സി ആണ്. PSC ആൻസർ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ആൻസർ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 15ൽ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആൻസർ ചേഞ്ച് 75ാമത്തെ, എനിക്കൊന്ന് മാത്സിലെ ക്വസ്റ്റ്യൻ, റഷീദിൻ്റെ 75ാമത്തെ ക്വസ്റ്റ്യൻ. അത് തന്നെ. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആണ്. സി ആണ് പുതിയ ആൻസർ കേട്ടോ. 75, 10 ആണ് പുതിയ ആൻസർ. അങ്ങനെ 3 ഡിലീഷൻ 3 ആൻസർ ചേഞ്ചുമായിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് 3 ഡിലീഷൻ സംഭവിക്കുമ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ താഴാം. പിന്നെ അത് കഴിഞ്ഞ് ആൻസർ ചേഞ്ച് ആകുമ്പോൾ കുറച്ച് ആൾക്കാരുടെ മാർക്കൊക്കെ മേലോട്ടും താഴോട്ടൊക്കെ എന്ത് ചെയ്യാം, അങ്ങ് വരാം. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതുവരെ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വീഡിയോ ചെയ്തിട്ടില്ല. പറ്റുകയാണെങ്കിൽ ഇന്നോ നാളോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ മാറിയ സാഹചര്യത്തിൽ ഏത് റേഞ്ചിൽ പ്രതീക്ഷിക്കാം, എൻ്റെ ഒരു അഭിപ്രായം എന്ത് ചെയ്യാം പറയാം. അപ്പോൾ വരാൻ പോകുന്ന 10th പ്രിലിംസ് ഉണ്ട്, അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക. സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക. ഫോഴ്സിലെ എല്ലാ നോട്ടിഫിക്കേഷനും വരാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് NDPCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടോ, നല്ല മാർക്കാണോ താഴെയുള്ള മാർക്കാണോ ഒന്നും നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് ജോലി നമ്മൾ കയറുന്നു, മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ജോലി നമുക്ക് കിട്ടുന്നു, അതുവരെ എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.